കാസർഗോഡ് ജില്ലയിലെ ആകാശവാണി FM റിലേ സ്റ്റേഷൻ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഇവിടെയുണ്ടായിരുന്ന ഏക സ്ഥിരം ഉദ്യോഗസ്ഥൻ വിരമിച്ച ഒഴിവിലേക്ക് പുതുതായി നിയമനം നടത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഞായറാഴ്ചയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചത്. സ്ഥിരം ജീവനക്കാരില്ലാത്ത നിലയത്തിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു വിമുക്ത ഭടനെ മാത്രമാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. പഴയ തലമുറയിൽ വിജ്ഞാനവും വിനോദവും ഒരുപോലെ എത്തിച്ച പ്രധാന മേഖലയാണ് റേഡിയോ. തൊഴിലിടത്തിലും കൃഷിയിടത്തിലുമെല്ലാം ലോകത്തെപ്പറ്റി മനുഷ്യരോട് സംസാരിച്ചു കൊണ്ടിരുന്നത് റേഡിയോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിശബ്ദമാകുന്ന ആകാശവാണി FM സ്റ്റേഷനുകളുടെ കാര്യത്തിൽ ആശങ്കപ്പെടുന്നവർ ഏറെയാണ്. കാസർഗോഡ് അണങ്കൂരിലെ FM സ്റ്റേഷൻ ജീവനക്കാർ ഇല്ലാത്തതിനാൽ ഏത് സമയത്തും അടച്ചുപൂട്ടുമെന്ന അവസ്ഥയിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഏക സ്ഥിരം ഉദ്യോഗസ്ഥൻ വിരമിച്ച ഒഴിവിൽ സാങ്കേതിക പരിചയമുള്ള ആരെയും നിയമിച്ചിട്ടില്ല. ഞായറാഴ്ചയാണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിരമിച്ചത്. സാങ്കേതിക വിഭാഗം ജീവനക്കാരുണ്ടെങ്കിൽ മാത്രമേ തുടർച്ചയായി റിലേ പ്രക്ഷേപണം സാധ്യമാകുകയുള്ളൂ. 15 കിലോമീറ്റർ റേഞ്ചിൽ 100 വാട്ട് പവറുള്ള ജില്ലയിലെ ഏക FM റിലേ കേന്ദ്രമാണിത്. തിരുവനന്തപുരം ആകാശവാണി നിലയം പരിപാടികളുടെ സഹപ്രക്ഷേപണമാണ് ഇവിടെ നടക്കുന്നത്. 1989 അണങ്കൂരിൽ ഒരേക്കർ സ്ഥലത്ത് നാട്ടുകാർ നൽകിയ സ്വന്തം കെട്ടിടത്തിൽ ദൂരദർശൻ റിലേ കേന്ദ്രം ആരംഭിച്ചത്. റേഡിയോ സ്റ്റേഷനിൽ താഴെയിടപ്പെടരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 1989 ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് പൂട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് കാണാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. എന്നാലും ഞങ്ങൾ കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം അനുവദിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഏത് കേന്ദ്ര സർക്കാരാവട്ടെ കേരള സർക്കാരാവട്ടെ ജനങ്ങളുടെ നിവേദനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ നിവേദനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ ഒരു ഓർഡർ ഇല്ലാതെ ഇങ്ങനെ പൂട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ് ഉണ്ടാക്കുന്നത്. കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഴയ തലമുറയ്ക്ക് വലിയ അനുഭവങ്ങൾ സമ്മാനിച്ച ഒരു കേന്ദ്രം എന്ന നിലയിലാണ് ഞങ്ങൾ ഇത് കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഏക ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് റിട്ടയർഡായി പോയി. ഇപ്പോൾ ഒരു വിമുക്ത ഭടന് ഇതിന്റെ ചുമതല കൊടുത്തിരിക്കുകയാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഇത് പെട്ടെന്ന് ഇങ്ങനെ അടച്ചുപൂട്ടുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അത് അടച്ചുപൂട്ടാതിരിക്കാനുള്ള നിവേദനങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടവരെ സമീപിക്കുന്നതാണ്. 15 വർഷം പഴക്കമുള്ള ട്രാൻസ്മിറ്റർ റിലേ കേന്ദ്രത്തിലെ ഏക സ്ഥിരം ജീവനക്കാരൻ വിരമിച്ചപ്പോൾ മറ്റ് FM നിലയത്തിലെ ജീവനക്കാർക്ക് ചുമതലയും നൽകിയിട്ടില്ല. ഓൺ ഓഫ് സംവിധാനത്തിന് വേണ്ടി മാത്രം ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു വിമുക്ത ഭടനെ മാത്രമാണ് നിലവിൽ നിയമിച്ചിട്ടുള്ളത്. കണ്ണൂർ അതിർത്തി കടന്നാൽ കളനാടിന് വടക്കോട്ട് കണ്ണൂർ ആകാശവാണി പരിപാടികൾ ലഭിക്കാറില്ല. കാസർഗോഡ് ഇപ്പോൾ കണ്ണൂർ മംഗളൂരു FM പരിപാടികൾ ലഭിക്കുന്നുമില്ല. എന്തായാലും അണങ്കൂരിലെ FM നിലയം ഇല്ലാതാകരുതെന്നാവശ്യപ്പെട്ട് നിവേദനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് നാട്ടുകാർ. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.